മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്റെ ദൈവമേ, എന്തൊരു ദേശമായത്! ആകെ മൊത്തം ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. മൊത്തം ഗുലുമാലാകുമെന്നാ തോന്നുന്നേ. കാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴി കണ്ടിരുന്നെങ്കിൽ. ആരോടാ ഒന്ന് ചോദിക്കുക? ആരെങ്കിലും ഒന്ന് കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം. വിശന്നിട്ടാണെങ്കിൽ ഒരു നിവർത്തിയുമില്ല. കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അത് നോക്കിയേ, ഒരു പോത്തല്ലേ വരുന്നത്. നീ അതിന്റെ വലിപ്പം കണ്ടോ? ഇത് വെറും പോത്തല്ല മോനെ, കാട്ടുപോത്താ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിന്നോ? ഞാൻ ഈ കാട്ടിലൊക്കെ കള്ളത്തടി വെട്ടാൻ പോകാറുള്ളതല്ലേ, ധാരാളം കണ്ടിട്ടുണ്ട്. ഹാവൂ, സമാധാനമായി. 3-4 ആൾക്കാരെ കണ്ടു. ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം കാട്ടിലേക്കുള്ള വഴി ഏതാന്ന്. അതെ, നിങ്ങൾ ആരെങ്കിലും കാട്ടുപോത്തിന്റെ ഇറച്ചി തിന്നിട്ടുണ്ടോ? എവിടുന്ന് കിട്ടാനാ? അതിനൊക്കെ ഒരു യോഗം വേണ്ടേ? അല്ല ചേട്ടന്മാരെ, ഈ കാട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കാട്ടിൽ നിന്നും പുറത്തു ചാടിയതാ. വഴിതെറ്റി ഇവിടെ വരെ എത്തി. ഇപ്പോ തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. അതിനെന്താ, വഴി പറഞ്ഞുതരാലോ. കാട്ടിലേക്കുള്ള വഴിയാണെങ്കിലേ ഇതിലേക്ക് നേരെ പോയാൽ മതി. അതിലേ അല്ല, ദേ ഇതിലെ. ചേടാ, നിങ്ങളിങ്ങനെ വഴി തെറ്റിച്ചാലോ? അതിലെ ഒന്നുമില്ല, അതെ ഇതിലെ അങ്ങോട്ട് പോയാ മതി. എന്റെ കർത്താവേ, തലയ്ക്ക് തീരെ വെളിവില്ലാത്തവന്മാരോടാണല്ലോ ഞാൻ വഴി ചോദിച്ചത്. ഇനി എന്ത് ചെയ്യും? സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കാട്ടിലേക്കുള്ള വഴി? പിന്നല്ലാതെ ഇവന്മാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതെ, ഞാൻ പറഞ്ഞ വഴിയിലൂടെ നേരെ അങ്ങ് പോയാൽ മതി. സംശയിക്കണ്ട, നേരെ അങ്ങ് പോയാൽ മതി. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഉറപ്പാണോ? ഉറപ്പ്, ഒന്നും പേടിക്കണ്ട. എന്നാ ഓക്കെ. താങ്ക് യു വെരി മച്ച്. അല്ല, നീ എന്ത് പണിയാ കാണിച്ചേ? ആ വഴി കാട്ടിലേക്കല്ലല്ലോ, അത് നേരെ പുഴയിലേക്കല്ലേ പോകുന്നത്. അത് ഞാൻ മനഃപൂർവ്വം വഴി തെറ്റിച്ചതല്ലേ. എന്തിനാന്നോ? നമ്മളെ
ഇന്ന് അവനെ കശാപ്പ് ചെയ്യും. ചെയ്യൂന്നല്ല, ചെയ്യണം. ഇന്നത്തെ സപ്പറേ കാട്ടുപോത്തിന്റെ ഇറച്ചി. നമ്മൾ എന്ത് ചെയ്യാനാ പോണേ? കേട്ടാ? ആ ഒക്കെ വഴിയുണ്ട്. Come on, boys. ഷെടാ, കാട്ടിലേക്കുള്ള വഴിയാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ പുഴയുടെ തീരത്താണല്ലോ എത്തിയത്. ഇനിയിപ്പോ പുഴ നീന്തി കടന്നു പോകേണ്ടി വരുമോ? ഹേ, അക്കരെയാണെങ്കിൽ കാടിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഇനി അവന്മാരെല്ലാം കൂടെ എനിക്കിട്ട് പണി തന്നതാണോ? എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാം. ആദ്യം ദാഹം മാറട്ടെ. മിണ്ടല്ലേ, പതുക്കെ നടക്കണോ. ഉണ്ടാക്കല്ലേ. ടാ, അതിപ്പോ എങ്ങോട്ട് പോയി? ഇനിയിപ്പൊ നീന്തി അക്കരയ്ക്ക് എങ്ങാനും പോയി കാണൂ. അതിന് നീന്താൻ പറ്റുമോ? നല്ല വെയിറ്റ് ഇല്ലടോ. വെള്ളത്തിൽ ഇറങ്ങുമ്പോ തന്നെ മുങ്ങിപ്പോവല്ലോ. എന്റെ പൊട്ടന്മാരെ, ഒന്നും മുണ്ടാതിരിടാ. എങ്ങനെങ്കിലും അതിനെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊന്നേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ എന്റെ പെണ്ണുമ്പിള്ളക്ക് വാക്കും കൊടുത്തു, കാട്ടുപോത്തിന്റെ ഇറച്ചിയായിട്ട് വരാന്ന്. അത് ശരി. അപ്പൊ ഇവന്മാരെന്നെ തട്ടാനുള്ള പരിപാടിയാണല്ലേ. ഞാൻ ഇനി എന്ത് ചെയ്യൂ എന്റെ ദൈവമേ? എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. നാശം, തുമ്മാൻ കണ്ട നേരം. എടാ, അതാ നിൽക്കുന്നു മരത്തിന്റെ മറവില്. വാടാ വാടാ, വാ വാ. എന്തു വന്നാലും ഇവന്മാർക്ക് പിടികൊടുക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ ഭാര്യയും പിള്ളേരും അനാഥമായി പോകും. എന്തു വന്നാലും അതിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അടുത്ത് കിട്ടിയാലേ അപ്പ കൊടുക്കണം പണി, അടിക്കണം. അയ്യോ അയ്യോ, എത്രയാന്ന് വെച്ചിട്ടാ ഇങ്ങനെ ഓടുന്നേ? അങ്ങനെ പറയാതടാ, അത് രക്ഷപ്പെട്ട് എങ്ങോട്ടും പോയില്ല. അതിന് വഴിയൊന്നും അറിയില്ലല്ലോ. ശ്ശ്, ശ്ശ്, ശ്ശ്. അയ്യോ, പോത്ത്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഒരു സഹായത്തിന് വിളിച്ചതാ. സഹായമോ? ഈ എന്ത് സഹായം? അല്ല, പോത്തച്ഛന് ഇതിനു മുമ്പ് ഞങ്ങൾ എവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആദ്യം നിങ്ങൾ ഈ പോത്തച്ചാന്നുള്ള വിളിയൊന്ന് ഒഴിവാക്ക്. പിന്നെ എന്താ വിളിക്കേണ്ടത്? പോത്തേട്ടാന്ന് വിളിച്ചോ. അതാവുമ്പോ കേക്കാൻ ഒരു സുഖമുണ്ട്. പിന്നെ അല്പം സ്നേഹം ഫീലും ചെയ്യും. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, പോത്തേട്ടൻ എവിടുന്നാ വരുന്നേ? എന്താ പ്രശ്നം? എന്താ സഹായം വേണ്ടത്? ആദ്യം നിങ്ങൾ ഈ പോത്തച്ചാന്നുള്ള വിളിയൊന്ന് ഒഴിവാക്ക്. അപ്പോ കാട്ടുപോത്തല്ലേ? ആ, കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെയാ ഞങ്ങൾ അറിയപ്പെടുന്നത്. അല്ല പോത്തേട്ടാ, കാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ നാട്ടിലെത്തിയത്? അത് പറ. അതൊരു വലിയ കഥയാ. വലിയൊരു ദുരന്തം ഞങ്ങളെ വേട്ടയാടിയ കഥ. എന്ത് ദുരന്തം? പറയാം. അതിനു മുൻപ് ഞാൻ എന്നെ പറ്റി പറയട്ടെ. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. സുന്ദരിയായ ഒരു ഭാര്യയും അതിസുന്ദരന്മാരായ 2 മക്കളും. അതെ, നമുക്കിവിടെ തമ്പടിക്കാം. എന്നിട്ട് ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോവാം. അതെ, അതാ നല്ലത്. എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. അയ്യോ, രക്ഷിക്കണേ! ഓടി വരണേ! ഞങ്ങളിപ്പോ ചാകുകേ! ആരെങ്കിലും ഓടി വരണേ! അയ്യോ! അതെ, തീ മൊത്തം പടരുന്നാ തോന്നുന്നേ. ഇനി ഒരു നിമിഷം എവിടെ നിൽക്കണ്ട, ഓടിക്കോ. അയ്യോ, എന്റെ ഭാര്യയും പിള്ളേരും അവരെവിടെ പോയി?
ആ ഓട്ടം അവസാനിച്ചത് ദാ ഇവിടെ നിങ്ങളുടെ നാട്ടിലാ. അയ്യോ, അപ്പൊ പോത്തേട്ടന്റെ ഭാര്യയും കുട്ടികളും? ഒരു വിവരവും ഇല്ല. ജീവനും കയ്യിൽ പിടിച്ചുള്ള ഓട്ടമല്ലായിരുന്നോ? അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും അറിയില്ല. കാട്ടിൽ വന്ന് വിവരദോഷികളായ ഓരോ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ മൃഗങ്ങളാ. ഇനി അതൊക്കെ ഓർത്തിട്ട് ഇപ്പൊ എന്താ കാര്യം? സംഭവിക്കേണ്ടത് സംഭവിച്ചു. പോത്തേട്ടൻ ഇപ്പൊ കാട്ടിലേക്ക് തിരിച്ചു പോകണം. അതല്ലേ ആവശ്യം? ഞങ്ങൾ സഹായിക്കാം, വഴി ഞങ്ങൾ കാണിക്കാം. സന്തോഷമുണ്ട് കൂട്ടുകാരെ. പക്ഷെ അതിനിടയ്ക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? കുറച്ചാളുകൾ എന്നെ കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി തിന്നാൻ കൊതിയായിട്ട് നടക്കുക. അവന്മാരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ ജീവനും കൊണ്ട് ഓടിയതാ. ഷെടാ, അതേതാ വില്ലന്മാര്? അതൊക്കെ ഉണ്ട്. അവന്മാരെന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നേ. അതുമാത്രമല്ല, എനിക്കാണെ നല്ല വിശപ്പും ദാഹവും ഉണ്ട്. 2 ദിവസമായി ഫുഡ് എന്തെങ്കിലും മര്യാദയ്ക്ക് കഴിച്ചിട്ട്. തൽക്കാലം കുറച്ച് പിണ്ണാക്ക് സംഘടിപ്പിച്ച് തന്നാ മതിയോ? പിണ്ണാക്കോ? അതെന്താ സാധനം? അതറിയത്തില്ലേ? ഇവിടുത്തെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന സാധന. തേങ്ങാ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അങ്ങനെ പല തരത്തിലുണ്ട്. അയ്യോ, അതൊക്കെ നിങ്ങളുടെ നാടൻ സമ്പ്രദായങ്ങളല്ലേ. അതിന് വഴിയുണ്ട്. വാ, നമുക്ക് പുഴയുടെ സൈഡിലേക്ക് പോകാം. പോത്തേട്ടൻ ചോദിച്ചത് കൂട്ട് നല്ല ഒന്നാന്തരം പുല്ല് എത്രയാ വേണ്ടെന്ന് വെച്ചാ തിന്നോ. എന്നിട്ട് പുഴയിലെ നല്ല തെളിഞ്ഞ വെള്ളം കുടിച്ചോ. ആശ്വാസമായി. ഇത് കാണുമ്പോ തന്നെ കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാ. കൂട്ടുകാരെ, ചുറ്റിലും ഒരു കണ്ണു വേണം കേട്ടോ. എന്നെ കൊല്ലാൻ നടക്കുന്നവർ ഈ വഴിക്കെങ്ങാനും വരുന്നുണ്ടോന്ന് നോക്കണേ. ഒന്ന് പേടിക്കാതിരിക്കന്റെ പോത്തേട്ടാ, ഞങ്ങള് നോക്കിക്കോളാം. ആരെങ്കിലും വന്നാ അവരുടെ കാര്യം ഞങ്ങളേറ്റു. പൊങ്ങച്ചൻ പറയുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും വരുമ്പോ നീ ഓടാതിരുന്നാ മതി തക്കുടു. ഒന്ന് പോടിയിരിക്കലി. ഈ തക്കുടുവിനെ പറ്റി നിനക്ക് എന്തറിയാം? ഇപ്പോഴാ ഒരു സമാധാനമായത്. വയറ് വിശന്നിട്ട് എനിക്ക് കണ്ണുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അയ്യോ പാവം. ഇപ്പൊ എന്നിട്ട് വിശപ്പ് മാറിയോ? മാറിയെന്നോ? തൃപ്തിയായി. ഇനി എനിക്ക് എന്റെ കാട്ടിലൊന്ന് തിരിച്ചെത്തിയാ മതിയായിരുന്നു. ഭാര്യയുടെയും പിള്ളേരുടെയും കാര്യം ഓർത്തിട്ട് മനസ്സ് നേറുവാ. സമാധാനമായിട്ടിരിക്കും പോത്തേട്ടാ. കാട്ടിലേക്കുള്ള വഴി ഞങ്ങൾ കാണിച്ചു തരാം. വേണമെങ്കിൽ ഞങ്ങൾ അവിടം വരെ കൊണ്ടുപോവുകയും ചെയ്യാം. അതിന് നിങ്ങൾ കാട്ടിലൊക്കെ വരാറുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് അവിടെ. ആ, അത് ശരി. എന്നിട്ടാലേ നിങ്ങൾ എന്നെയും കൊണ്ട് പോകുമ്പം ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ? അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ഇങ്ങനെ പേടിച്ചാലോ എന്റെ പോത്തേട്ടാ? അല്ല, പേടിക്കേണ്ട കാര്യം പേടിക്കാൻ തന്നെ വേണ്ടേ? എന്നെ തല്ലിക്കൊന്ന് തിന്നാൻ നടക്കുന്നവര് ഏത് സമയത്തും മുന്നിൽ വന്ന് പെടാൻ സാധ്യതയുണ്ട്. പറഞ്ഞു നാവെടുത്തില്ല. അതിനു മുൻപ് അവരെത്തിക്കഴിഞ്ഞു. അയ്യോ, ഇവരാണോ? ഇവര് 4 പേര് ഈ നാട്ടിൽ അറിയപ്പെടുന്ന വില്ലന്മാരാ. ആരായാലും എന്താ, നീ കൈകാര്യം ചെയ്തോളുന്നല്ലേ തക്കുടു പറഞ്ഞത്? അല്ല, അത് പിന്നെ ഒരാളൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു. ഇത് ഇവരിപ്പോ 4 പേരില്ലേ? ഇനിയിപ്പൊ എന്തു ചെയ്യും? നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു. ദേ നിൽക്കുന്നു സാധനം. നാട് മുഴുവനിട്ട് നമ്മെ പിറകെ ഓടിച്ചതാ. ആ നശിച്ച പിള്ളേരെന്തിനാ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കണേന്നാ മനസ്സിലാവാത്തത്. പിള്ളേരെയൊക്കെ നമുക്ക് തൂക്കിയെടുത്ത് പുഴയിലേക്ക് ഇടാന്ന്. ആദ്യം അതിനെ എങ്ങനെ തട്ടാം എന്ന് പ്ലാൻ ചെയ്യും. ഞാൻ 4 കാലും തല്ലി ഓടിച്ചോളാം. അപ്പം ഇവന്മാരെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്റെ ദൈവമേ, എന്റെ കാര്യം കട്ട പുകയാകുമല്ലോ. അല്ല പോത്തേട്ടാ, പോത്തേട്ടൻ കാട്ടിലെ രാജാവല്ലേ? ഇവന്മാരെ എടുത്തിട്ട് അലക്കാൻ പാടില്ലേ? രാജാവ് ഞാനല്ലല്ലോ, സിംഹമല്ലേ? സിംഹം. എന്നാലും പോത്തേട്ടന് നല്ല ആരോഗ്യല്ലേ? ഇവന്മാരെ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യമില്ലേ? ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ചോർന്നുപോയി. എന്താന്നറിയില്ല, എന്റെ ചങ്ക് പടപടാന്ന് ഇടിക്കുക. ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഏതാണ്ട് ഒരു ടപ്പേ ടപ്പേ എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതങ്ങനെയാ. ഇനിയിപ്പൊ നമ്മൾ എന്തു ചെയ്യും? ഒറ്റ വഴിയുള്ളൂ, കാവൽ മാലാഖമാരെ വിളിക്കാം. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് നിങ്ങൾ എത്തിയല്ലോ മാലാഖമാരെ. നിങ്ങളെല്ലാം കാണുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ എത്തേണ്ട സമയത്ത് എത്തുക തന്നെ വേണ്ടേ?
എനിക്ക് എന്റെ ഭാര്യയുടെയും പിള്ളേരുടെയും കാര്യം ഓർക്കുമ്പം എനിക്ക് എന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതോർത്ത് ഒരിക്കലും സങ്കടപ്പെടേണ്ട. പോത്തേട്ടനൊന്ന് കണ്ണടച്ചു നിന്നേ. കണ്ണടയ്ക്കാനോ? അല്ല, അതിപ്പോ എന്തിനാ? ഹ, എന്തിനാ സംശയിക്കണേ? കണ്ണടയ്ക്ക്, ഒരു അത്ഭുതം കാണിച്ചു തരാം. എന്നാ ശരി. അമ്മേ, അപ്പൻ എപ്പോഴാ വരുവാ? അപ്പനെ കാണാഞ്ഞിട്ട് ഞങ്ങക്ക് ഭയങ്കര സങ്കടവാ. ഉടനെ തിരിച്ചു വരും മക്കളെ. മക്കള് സമാധാനമായിട്ടിരിക്കുക. എത്ര ദൂരെയാണെങ്കിലും അപ്പൻ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പാവം എന്റെ മക്കൾ, എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തെത്തണം. സങ്കടപ്പെടാതിരിക്കോ. എത്രയും പെട്ടെന്ന് അവരുടെ അടുക്കലെത്താനുള്ള മാർഗം ഞങ്ങൾ ഉണ്ടാക്കി തരാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്ത് കാര്യാ? പോത്തേട്ടനെ കൊല്ലാൻ നടക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? തീർച്ചയായും വേണം. പക്ഷെ അതെങ്ങനെ? അതിനാണോ വഴിയില്ലാത്തത്? ആക്രമിക്കാൻ വരുന്നവരെ തുരത്തി ഓടിക്കാനും ചേർത്തു നിൽക്കാനുമുള്ള കഴിവ് ദൈവം പോത്തേട്ടന് നൽകിയിട്ടില്ലേ? അതുപയോഗിക്കണം. അല്ല, അത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളില്ലേ ഇവിടെ. സ്വന്തം ശക്തി അറിയാത്തതാ ഇവന്റെ കുഴപ്പം. കൂട്ടുകാരെ, നമുക്ക് അല്പം മാറി നിൽക്കാം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എടാ, ആ പോത്തിന്റെ കൂടെ എല്ലാവരും പോയി. പിന്നെ ഒട്ടും താമസിക്കണ്ട. കമോൺ. വാടാ വാടാ, എല്ലാത്തിനെയും ശരിയാക്കി തരാം. മാലാഖമാർ എന്നോട് പറഞ്ഞപ്പോഴാ എനിക്ക് എന്റെ ശക്തിയെ പറ്റി ഓർമ്മ വന്നത്. അടിയടാ, അടി 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 അടി. ഒറ്റയടിക്ക് എന്നെ പണി തീർക്കണം. അടിക്കടാ. എല്ലാവരും പറന്നില്ലേ? സന്തോഷമായോ? പെരുത്ത് സന്തോഷം. മാലാഖമാരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഈ കൂട്ടുകാരോടും. അല്ല മിഖായേൽ, ഇനി നമ്മൾ എങ്ങനെയാണ് പോത്തേട്ടനെ കാട്ടിലെത്തിക്കുക? ധൈര്യമായി പോയിക്കൊള്ളുക. കൃത്യമായി കുടുംബത്തിന്റെ അടുത്ത് തന്നെ എത്തും. കൃത്യമായി കുടുംബത്തിന്റെ അടുത്ത് തന്നെ. വേണ്ട സമയത്ത് റാഫേൽ നിങ്ങളെ സഹായിക്കും. അമ്മേ, നമ്മുടെ അച്ഛൻ എപ്പോൾ വരും? എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ വരും മോനെ. നമ്മളെ കാണാതിരിക്കാൻ അച്ഛന് പറ്റുമോ? വല്ല അപകടത്തിലും പെട്ടുപോയോ ആവോ? ഈ കുഞ്ഞിനോട് ഞാൻ എന്ത് മറുപടി പറയും? ഇതെന്താ ചിമ്പു? ഇത് ആഫ്രിക്കയിൽ നിന്ന് സിംഹവാലനങ്ങളിൽ കൊണ്ടുവന്ന ബൈനോക്കുലറാ. എങ്ങനെയുണ്ട്? അയ്യോ, അതെ, നീ ഓടുക. നീ ഇതിലൂടെ നോക്കിയാലേ ദൂരെയുള്ള കാഴ്ചകളൊക്കെ ശരിക്കും അടുത്ത് കാണാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, എരുമയും കുട്ടിയും അടുത്തുണ്ട്. ഓടിക്കോ. വിവരദോഷികൾക്ക് തന്നാൽ ഇതാണ് കുഴപ്പം. ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, രക്ഷിക്കണേ. അയ്യോ, എനിക്ക് പേടിയാ. ഈ കുന്ത്രാടത്തിലൂടെ പോത്തെങ്ങാനും എന്റെ അടുത്തേക്ക് വന്നാലോ? പേടിക്കണ്ട. ശത്രുക്കൾ ആരെങ്കിലും ദൂരെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതെ, ഇത് ശത്രുക്കളൊന്നുമല്ല. ഒരു എരുമയും ഒരു കുട്ടിയും. രണ്ടുപേരും കരയുന്നുണ്ടല്ലോ. അതെ, ഒന്ന് വന്നേ, നമുക്ക് പോയി നോക്കാം. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? അതെ, എന്തു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വല്ല അപകടത്തിലും പെട്ടുപോയോ ആവോ? തമ്പുവിന്റെ പുറത്ത് കയറിയൊന്ന് നോക്ക് ചിമ്പു. നിന്റെ ബൈനോക്കുലർ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ഇതിന് തമ്പുവിന്റെ പുറം പോരാ, ഉയരമുള്ള മരം തന്നെ വേണം. ജസ്റ്റ് എ മിനിറ്റ്. നമ്മുടെ ചങ്ങാതിക്കൂട്ടവും കൂടെയുണ്ട്. കൂടെ നമ്മുടെ റാഫേൽ മാലാഖയുമുണ്ട്. ഇനി ഒട്ടും പേടി വേണ്ട.
ചങ്ങാതിക്കൂട്ടമാണ് എന്നെ സഹായിച്ചത്. ഞങ്ങളല്ല, ഉണ്ണീശോയാണ് നിങ്ങളെ രക്ഷിച്ചത് മാലാഖമാരിലൂടെ.